കാണാത്ത കാര്യം കേൾക്കാത്ത പാതിയിൽ കളപ്പറ്റി കേട്ടപ്പ കയറെടുത്തേ. കാണാത്ത കാര്യം കേൾക്കാത്ത പാതിയിൽ കളപറ്റ് കേട്ടപ്പം കയറെടുത്തേ. നല്ലൊരു വാർത്ത കിട്ടാൻ പടനെട്ടോട്ടം നാടങ്ങുമേ. നല്ലൊരു വാർത്ത കിട്ടാൻ പടനെട്ടോട്ടം നാടങ്ങുമേ. കഥ കൊട്ടിഘോഷിക്കാൻ ബുദ്ധി ചോദിക്കാം. അന്തിക്കൊരു ചർച്ച വെച്ച് ഒച്ച വെച്ച് പിടിച്ചു നിൽക്കാം. ചേച്ചി, കഴിപ്പേറിയൊരു അനുഭവമാണെന്നറിയാം. ഇപ്പം ചെറിയൊരു വിഷമമൊക്കെ കാണും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഇതോർത്ത് ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും പോയത് പോയി. ഓണത്തിനുള്ള പച്ചക്കറി മാറ്റി വെച്ചിട്ടുണ്ടോ? ശങ്കരൻ പറ്റില് മേടിച്ചെന്ന പച്ചക്കറി ഇരിപ്പുണ്ട്. ആശ്വാസം. എന്നാ വാ ഓണം ആഘോഷിക്കാം. ചേച്ചി, നമ്മളിനി ഈ പോയതിനെ കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നതിന് ഭേദം ഇറങ്ങി പുലി കളിച്ചാൽ. ഒറ്റൊരുത്തരാണ് നമ്മുടെ ഓണത്തിന് നശിപ്പിച്ചത്. കൊല്ലി ഞാൻ ചോദിക്കട്ടെ ആദ്യം. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നതേ ഇവിടെ പച്ചക്കറി മേടിക്കാൻ വന്ന ആൾക്കാരൊക്കെ തിരിച്ചു വിടാനാ? എന്തിന് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയെന്ന് വെച്ചാൽ നിങ്ങളുടെ കച്ചവടം അടിപൊളി നടക്കുന്നുണ്ടോ, ഓണച്ചന്ത എവിടം വരെ ആയി, ആരെങ്കിലൊക്കെ വാങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അല്ല അല്ല, വേണമെങ്കിൽ സംശയം ഉണ്ട്, ഈ പുലി എടുത്ത് ചോദിച്ചു നോക്ക്. ഈ പുലി സത്യമാണ്. ഞാൻ വന്ന് നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായടാ കേശു, നിങ്ങളുടെ ഓണച്ചന്ത പൊളിഞ്ഞെന്ന്. അതുകൊണ്ട് ഞാൻ ജംഗ്ഷനിൽ പോയി എല്ലാവരും പറഞ്ഞു, പാവം കേശുവിന്റെ ഓണച്ചന്തയിൽ എല്ലാവരും പോയി പങ്കെടുക്കണം, നല്ല പച്ചക്കറിയാണ് പറഞ്ഞത്, എല്ലാവരും വാങ്ങിച്ച് വീട്ടിലൊക്കെ ഉപയോഗിക്കണം, ഓണത്തിന് അത് തന്നെ വാങ്ങണേന്നൊക്കെ പറയായിരുന്നു. സത്യം സത്യോടാ. അയ്യോ പാവം. അതെ പാവം. പാവം അമ്മൂമ്മക്ക് അറിഞ്ഞൂടാ. അമ്മൂമ്മ എന്നെ വെല്ലുവിളിച്ചത് ഇത് മനഃപൂർവ്വം നശിപ്പിച്ചാണ്. വെല്ലുവിളിയാ? വൈരാഗ്യമൊക്കെ നമ്മൾ ഗംഗാപുരത്ത് പോയപ്പോഴേ കളഞ്ഞില്ലേ, അല്ലേ ചേച്ചി? അല്ല, നിങ്ങള് ഗംഗാപുരത്ത് പോയപ്പോഴത്തേക്ക് ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ എന്റെ ഒറ്റയ്ക്കുള്ള വൈരാഗ്യം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അത് അപ്പഴേ തീർന്നില്ലേ? അവരെന്തെങ്കിലും പറയട്ടെ. കേശു, ഇനി എന്തുണ്ടെങ്കിലും നമുക്ക് ഓണം കഴിഞ്ഞിട്ട് പറഞ്ഞു തീർക്കാടാ. തൽക്കാലം നമുക്ക് ഓണം അടിച്ചു പൊളിക്കാം. നിങ്ങളൊക്കെ വിഷമത്തിലാണെന്ന് അറിഞ്ഞോണ്ടാ ഞാൻ ഈ പുലികളി വേഷവും ചെണ്ടോള കാറ്റി ഇവിടെ വന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കണമെന്ന് എനിക്കിഷ്ടമല്ല. കൊട്ടാ കൊട്ടുന്നില്ലേ? എടാ, നീ വിളംബരത്തിന് വിളിച്ച ചെണ്ടമേളക്കാരാ? ഒന്ന് പറ ചേച്ചി, ഒന്ന് പറ. ശിവു, ശിവാനി. ആ ശിവാനി. കേശു, അല്ല എന്തായാലും ഇത്രയൊക്കെ ആയല്ലോ, കൊട്ടാൻ പറ. പ്രകാശത്തിക്ക് ഇനിയിപ്പോ എന്താ കൊട്ടേട്ടാ? കൊട്ടേ